ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ പറയുന്ന പോലെ ഉണ്ട്. ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? പെൺകുട്ടിയായിരുന്നു അല്ലേ? ബോയ്ക്കട്ടൊക്കെ അടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? ഇപ്പൊ പോടാ. കാരണം ഇവന്റെ ഉമ്മാൻ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കണമെങ്കിൽ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം നല്ലൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവന്റെ ഒരു അവന്റെ കുട്ടിനെ താലോലിക്കണം, അല്ല അവന്റെ കുട്ടിനെ കാണണം, എന്റെ ആശയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അറിയാലോ, അപ്പൊ ആശൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഉറപ്പായിട്ട് ഇതേപോലെ മുൻചൊരു കുട്ടിനെ കിട്ടത്തില്ലേ അവന്റെ ഉമ്മാക്ക്. അപ്പൊ എനിക്കറിയാം, സങ്കടം എനിക്കറിയാം, അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തില്, എനിക്കറിയാം. അപ്പൊ അവന്റെ ഉമ്മാന്റെ ഒരു ഫീലിങ്സ് വിഷമം എന്താണെന്നത് പേഴ്സണലി എനിക്ക് മനസ്സിലാവും. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് എനിക്കറിയാലോ, അപ്പൊ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും. നല്ലൊരു തീരുമാനമാണ് ആഷിക്ക്. എനിക്ക് തോന്നുന്നു പിൻവാതിൽ നിയമനപ്രകാരം എങ്ങാണ്ട് ജോലി കിട്ടിയതാണ്. അത് താങ്കൾ മനസ്സിലാക്കി മുൻവാതിലൂടെ ഒന്ന് അനുവദിച്ചു കൊടുത്ത തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. ഇതൊന്നുമല്ല നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, മറ്റെന്താണെന്ന് നമുക്ക് നോക്കാം. Hello guys, what's up? Facebook, YouTube, Instagram, Telegram, Hotstar, Snapchat, Pixar, YouCut, InShot, എക്സ്പീഡിയോസ്, പോൺഹബ്, എക്സ്മാസ്റ്റർ, അങ്ങനെ കുറെ ഉണ്ട്. അടുത്ത് നിൽക്കുന്ന കൊച്ചു ചെറുക്കൻ, അവൻ സാരമില്ല എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചോദിക്കുക. കൂടെ നിൽക്കുന്ന 27 വയസ്സ് മുതുക്ക് കാള, അവ എന്തിനാണോ ഈ കനാലി കടന്ന് ആറാടുന്നേ? മറ്റൊരു വീഡിയോയിലിട്ട് പോവാം. അമ്മയുടെ ഫോട്ടോ ആണല്ലോ നൽകിയത്. അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ അമ്മയെ കാണുമ്പോൾ വേടന്റെ അമ്മയാണ്, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം. അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഇല്ലടാ, ഞാൻ അമ്മ മരിച്ചുപോയില്ല. അതിന്റെ അർത്ഥം എന്തുവാ? നിനക്ക് എന്തോ തോന്നുന്നു? വല്ല നാസയിലും പോയതായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? പൂറിമോന്റെ മോനെ അങ്ങനെ കുറെ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ റിപ്ലൈ കിട്ടാതായപ്പോൾ അവന്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വലിയ സന്തോഷമായില്ല? ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവന്റെ മുഖം കണ്ടപ്പോ. അമ്മയുടെ പ്രാർത്ഥന, അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പൊ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു. പക്ഷെ അവരെ കുറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവന്റെ അമ്മേന്റെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോ. ഫോട്ടോ കൊടുത്തപ്പോ എന്ത് പറഞ്ഞു വേടൻ? പറഞ്ഞ് ശരി, നന്ദിയുണ്ട് താത്ത, നിങ്ങൾ വലിയ മനസ്സിന് ഉടമയാന്ന് പറഞ്ഞു. മതിയായോടെ അമ്മയിലെ പറയും പൊക്കിപ്പിടിച്ച പാമ്പിടിച്ച സ്ത്രീകളുടെ അടുത്ത് ചെല്ലുക. വേടൻ എന്തോ പറഞ്ഞ് ആ പയ്യന്റെ മുഖം കണ്ട അറിയത്തില്ല, അവനൊന്നും മിണ്ടിയിട്ടില്ല, അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ഫോട്ടോ കണ്ടപ്പോ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ എന്നോട് പറഞ്ഞു വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. നമ്പർ ആദ്യം ഉണ്ട്. വേടന്റെ അച്ഛന്റെയും അമ്മന്റെയും ഹരിതന്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു. വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. ഞാനോ? ഞാൻ ഒരു ഹൗസ് വൈഫാണ്. താത്ത എന്തോ ചെയ്യുന്നേ? താത്താക്ക് ഭർത്താവുണ്ട്, പാമ്പിടിച്ച സ്ത്രീ. അവരത് ചെയ്തു തന്നെ വലിയൊരു കാര്യമായിട്ട് കാണണം. എന്റെ അമ്മയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വനത്തിനോരത്തിൽ
കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില്. ശരിക്കും പറഞ്ഞാൽ ആ പയ്യൻ വല്ലാണ്ടായിട്ടുണ്ട്. അവൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ട അവനൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് ഒരുത്തൻ കോലും കൊണ്ട് അവൻ എന്ത് പറഞ്ഞു, താത്ത എന്തോ ചെയ്യുന്നു, താത്തയുടെ ഭർത്താവിന്റെ പെങ്ങളുടെ മോന്റെ ഭർത്താവ് എന്തോ ചെയ്യുന്നു. അയ്യോ, അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ഗൈസ് ഞങ്ങളിപ്പോ നിൽക്കുന്ന കനാലിലാണ് ഗൈസ്. പക്ഷെ കനാലിൽ വെള്ളം ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരാൾ ഞങ്ങളുടെ പിറകിലുണ്ട്. ആരാണെന്ന് അറിയാമോ? അവതാര പിറവികളുടെ മുഴുവൻ അവതരഭാവമാവാൻ വിധിമൂർത്തിക്ക് ഇപ്പോൾ പേര് നിന്റെ അണ്ടി. അങ്ങനെ ഇത്രയും കാലം എന്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ ചവിട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലാൻ നോക്കിച്ച് ഇപ്പൊ ജയിലിലാക്കാൻ നോക്കുന്നത്. ഞങ്ങളെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ വീട്ടുകാരാണല്ലോ. അപ്പൊ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് വിത്ത് BGM കേട്ടോ വീട്ടില് പോലീസുകാര് വന്ന് സെർച്ച് ചെയ്തത്. വിത്തൗട്ട് സെർച്ച് സെർച്ച് വാറന്റ് ഇല്ലാണ്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? പഞ്ചാബ് പോലീസ് സ്റ്റേഷനിൽ SI ആണെന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ SIയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ഒപ്പിടണം. കേസ് ആയതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം. എനിക്ക് മനസ്സിലായില്ലത്. ഒരു കേസ് എടുത്തു എന്നതിന്റെ പേരിൽ FIR ഇട്ടു എന്നതിന്റെ പേരിൽ. അടുത്ത തവണ നമ്മൾ വീഡിയോ ചെയ്യുമ്പം ആ മ്യൂസിക്കിന്റെ വോയിസ് കുറച്ച് ഫെയ്ഡാക്കി നമ്മളെ വോയിസ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിന്റെ തള്ളു കേൾക്കാൻ പറ്റും. ഇത് മ്യൂസിക് അടിപൊളി BGM ആണ് കേട്ടോ, നല്ല BGM. നോട്ടീസ് ഒപ്പിടണമെന്നൊക്കെ പറയുന്ന ആ ഒരു നിയമ സെക്ഷൻ അവിടെ ഇല്ല, അല്ലെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഇതെന്തോ പ്ലേ ആണ് എന്നുള്ളതാണ് അറിയാൻ ഓ കുടിക്കാൻ തന്നെ മനഃപൂർവ്വം ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു. എന്നിട്ട് അത് ആഘോഷിക്കാൻ മീഡിയാസ് വേദിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഇല്ലാണ്ട് ഒരു വീട്ടിൽ കയറി ചർച്ച ചെയ്യുന്നു. അതെന്താ നമ്മൾ ആരെങ്കിലും കൊന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്മഗ്ലിംഗ് ചെയ്തു? അങ്ങനെ ഇത്രയും കാലം എന്റെ ഇവളുടെ അധ്വാനത്തിൽ വിത്ത് മ്യൂസിക് കേട്ടോ ഇപ്പം ഈയിടെയായിട്ട് പുള്ളി. എനിക്ക് ബഹുമാനപ്പെട്ട എനിക്കെതിരെ അന്വേഷണം ഉത്തരവിട്ട മന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അങ്ങും മുമ്പ് ഇതുപോലെ അസംബ്ലിയിൽ ഒരു കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ്. അതൊക്കെ കണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും കണ്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ ആ സമയത്ത് താങ്കൾ ഒരുപാട് സ്കൂൾ കോളേജ് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും നമ്മളതൊന്നും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും അടിച്ചു പൊട്ടിച്ചില്ല. അപ്പൊ അതുകൊണ്ട് കേസൊക്കെ ആരുടെ പേരിലും ഉണ്ടാവും. എനിക്ക് ബഹുമാനപ്പെട്ട മുകേഷ് ജിയുടെ പേരിൽ ഒരു പോക്സോ കേസ് വന്നതിനെ തുടർന്ന് മുകേഷ് ജി അതൊക്കെ സെറ്റിലാക്കി. എന്നാൽ പോലും ഒരു സ്കൂളിന്റെ എന്തോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ടൊരു പോക്സോ കേസിലെ പ്രതി അവിടെ വന്നു എന്നതിനെ തുടർന്ന് എന്തോ കേസോ വള്ളി എന്തോ ഒക്കെ ആയി എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ നിർത്തൂല. എനിക്ക് MDM വേണം. നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും നിങ്ങൾ എന്തെന്നെ ചെയ്താലും ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കപ്പോൾ ശത്രു തന്നെ അവിടെ കൊണ്ടാക്കിയ എൻ്റെ വീട്ടുകാരോടാണ് ശത്രുത. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണി തരും. അതൊക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ലാസ്റ്റ് ഇത് ഉപയോഗിച്ച് ഇത് കെമിക്കൽ എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ വയലൻ്റാണ്. ഇതിങ്ങനെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി കെമിക്കൽ ഇറങ്ങി 28 ദിവസമായപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കണം. ഞാൻ ഏകദേശം ഓക്കെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കൗൺസിലിംഗ് ഒന്നും കിട്ടില്ല. അതിന് മുന്നേ ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ നന്നായിക്കോളാം, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു എനിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വയലൻ്റായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. 3 മാസം അവിടെ കിടത്തും. എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി എന്ന് അവരോട് പറയണം. അതാണ് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഡി അഡിഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങുന്നത്. നന്നായി എന്ന് വീട്ടുകാരോടൊക്കെ സമ്മതിപ്പിച്ചിട്ട് സത്യം ചെയ്തിട്ട് ഞാൻ വീട്ടിൽ സത്യം ചെയ്തു ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടുകാർ ആയിക്കോട്ടെ ഒരു വിശ്വസിച്ചു ഞാൻ നന്നായി നല്ല പോലെ നിന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കണത് എൻ്റെ ഫോണിലെ റീചാർജ് ഒക്കെ കഴിഞ്ഞെടുക്കുകയും എൻ്റെ പൈസ ഞാൻ പിടിച്ചെന്നെ കൊണ്ടുപോകുമ്പോൾ 25,000 രൂപയ്ക്ക് വാങ്ങിച്ച MDM എൻ്റെ കയ്യിലായിരുന്നു. അത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ അന്വേഷിക്കണം. ഞാൻ വെച്ച സ്ഥലത്ത് പോയിട്ട് വീട്ടിൽ ഞാൻ അത്രയും തിരഞ്ഞു. വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ കത്തിച്ചു പറഞ്ഞു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫോണിൽ റീചാർജ് ഇല്ല. എനിക്ക് ഇന്നെ ആദ്യമായിട്ട് ഉപയോഗിപ്പിച്ച എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനക്ക് ഞാൻ വിളിക്കുകയാണ്. അവൻ കല്ലടിച്ച് എന്തോ തിരിഞ്ഞു പോയൊരു പയ്യനാണ്. തെരുവിൽ നിന്ന് അറിവിലേക്ക് വന്നത് നല്ല കാര്യം തന്നെയാണ്. അറിവ് എന്നും നല്ലതിന് തന്നെയാണ്. വീണ്ടും അന്വേഷിച്ചു പോയെങ്കിൽ അത് വളരെ നല്ലതിന് വേണ്ടി തന്നെയാണെന്ന് വിശ്വസിക്കുക. എന്തുവാ കോപ്പിറൈറ്റ് കിട്ടും, മ്യൂസിക് ഇല്ലാതെ കാണാം. വാവ് കറങ്ങി തിരിഞ്ഞ് പോയി മോനേടാ വാ. ഓ കീച്ച സാധനം കേട്ടോ ചെയ്യുന്നത്. പണ്ട് എനിക്ക് ഈ ബാധ കയറിയതാ. റെഡിയാവും ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും റെഡിയാവും. അയ്യോ ഹാഹാ മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ലൈറ്റ് അഫക്റ്റിംഗ് സൺലൈറ്റ്.
സൺറൈറ്റ് ഉണ്ടോ, മഞ്ഞ മുഖത്തടിയുന്നുണ്ടോ, മഞ്ഞ പ്രകാശം, പച്ച പ്രകൃതി ഭംഗി, കേരളത്തിന്റെ പച്ചപ്പും ഹരിതാവും. സൂപ്പർ. ഗുഡ് മോർണിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. സ്പൈക്ക് ചെയ്യട്ടെ. ഈശോമിശിഹായുടെ ഓൾ ദ വെരി ബെസ്റ്റ്. സാമിയേശ്വരണമയ്യപ്പ തത്വമസി. ഗുഡ് മോർണിംഗ്. സൂര്യൻ, സൺലൈറ്റ്, പ്രകാശം, സൂപ്പർ, അടിപൊളി. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ടുഡേ? ഹവ് എ നൈസ് ഡേ. നൈസ് ടു മീറ്റ് യു. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. യോ താങ്ക് യു. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ചിരിച്ചോണ്ടിരുന്നാല്, തമാശ കെട്ടി ചിരിച്ചോണ്ടിരുന്നാൽ ആയുസ് കൂടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. സയൻസ് ഈസ് മാത്തമാറ്റിക്സ്. ഗുഡ് മോർണിംഗ് എവരിബഡി. കം ഓൺ എവരിബഡി. ലെറ്റ്സ് പ്ലേ ദ മെലോഡിയസ് മ്യൂസിക്. സയൻസ് ഈസ് മാത്തമാറ്റിക്സ്. Science is mathematics. Good morning, everybody. Come on, everybody. Let's play the melodious music and enjoy, celebrate the beauty of life. Wonderful of life. All the very best. Assalamualaikum sallallahu alaihi wasallam. Sami Sharma Tatumassi. Amen. Haye US തോതം പ്രൈസ് ആണോ ഈശോ മിശിഹായി തുല്യായിരിക്കട്ടെ. ഞാനൊന്ന് പറയാൻ നീ ഒന്ന്. Come on guys. Yo. Come on guys. ഞങ്ങളുടെ നേർച്ചപ്പാറ ഗഡീസിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഇവനെ പറ്റി ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ. നമുക്ക് മറ്റൊരു അപരാധിമാരെയും കൊണ്ട് ഇനിയും വരാം. കേരള ജനക്കൂട്ടം വിക്കി ടെക് പവേഡ് പേര്.